ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ പകൽ സമയത്ത് പുറത്ത് പോകാനായിട്ട് ഇപ്പോൾ സമയം കിട്ടാറേ ഇല്ല. ഇപ്പോൾ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ചോറും മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് മീനൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം, കഴിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകാം, നീ ആദ്യം ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കുക, എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞ് അതൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ രണ്ടും ഫ്രണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലാണ് ഇരുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ എഴുതാനും പറ്റി. അങ്ങനെ നമ്മൾ മർഹബേ കയറാമെന്നും പറഞ്ഞാണ് വന്നത്. അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പള്ളിമുക്കിലും പൊളത്തോട്ടിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ നമ്മളെത്തിയത് അൽ ഹയാത്തിലോട്ടാണ് കേട്ടോ. ഗ്രീൻ ഹയാത്തിൽ പോകാമെന്നും പറഞ്ഞ് കാശി ഭയങ്കര നിർബന്ധമായിരുന്നു. അവിടുത്തെ ക്രീമി അൽഫാം അവന് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ പോകണ്ട, എപ്പോഴും അവിടെ അല്ലേ പോകുന്നത്, നമുക്ക് ഹയാത്തിൽ തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ ബിരിയാണിയും ചോറും പിന്നെ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉള്ളത് പറഞ്ഞു. അരിപ്പത്തിരി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ചെയറിലാണ് ഇരുന്നത്, ബാക്കിയുള്ളവരെല്ലാം കുഷ്യനുള്ള നമ്മുടെ സോഫയിലിരുന്ന് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാശി കാണിക്കുന്നതെല്ലാം ശ്രീമോനും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് കാശിക്ക് ഫുഡ് വേണ്ട, എനിക്കിവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാശിയാണ് കേട്ടോ. ആ ഒരു ബിരിയാണി ശ്രീമോനും കാശിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടന് സെപ്പറേറ്റ് പിന്നെ പറയുമായിരുന്നു ചെയ്തിട്ടുള്ളത്. ബീഫ് ബിരിയാണി പറഞ്ഞെങ്കിലും ചിക്കൻ ബിരിയാണിയായിരുന്നു കൊണ്ടുവന്നത്. പിന്നെ കാശിക്ക് ഇഷ്ടം ചിക്കൻ ആയതുകൊണ്ട് അവനത് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡ് വന്നിട്ടില്ല, ഞാൻ ചപ്പാത്തി ആയിരുന്നു പറഞ്ഞത്. എനിക്ക് ബിരിയാണിയും വേണ്ട ചോറും വേണ്ട, എപ്പോഴും അതൊക്കെ ഇതല്ലേ തിന്നുന്നത്. അപ്പോൾ പിന്നെ പൊറോട്ട ഇല്ലാത്തത് കൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചപ്പാത്തിയും പിന്നെ എന്തുവായിരുന്നു, അൽഫാം അല്ലായിരുന്നു, വേറെ എന്തുവായിരുന്നു കേട്ടോ, ചിക്കൻ, അതും പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ ഫുഡ് കൊടുത്തോളാം ശ്രീമോനെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിലിരുന്ന് ഒരു കുഞ്ഞ് ഹായ് പറഞ്ഞതാണ്. ചേട്ടന്മാർക്ക് ഹായ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഹായ് പറഞ്ഞു. ഞങ്ങളതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും മാറിയിരുന്നു. കൈയൊക്കെ കഴുകിയിട്ട് രണ്ടുപേരും മാറിയിരുന്നിട്ടാണ് ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത്. എപ്പോഴും എനിക്ക് വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും സമാധാനത്തിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി കൈ കഴുകാനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ വന്ന് കൈ കഴുകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും വന്ന് കൈ കഴുകി നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ വന്ന വഴിയിലൊരു ചേട്ടനാണെങ്കിൽ വയ്യാത്തയാണ് കേട്ടോ. ചാരിയാണ് നിൽക്കുന്നത്, നേരെ നിൽക്കാൻ പോലും വയ്യ. അപ്പം ലോട്ടറി കച്ചവടമായിട്ട് നിൽക്കുകയാണ്. അപ്പം 4 ലോട്ടറിയേ ഉള്ളൂ ഇനിയും. അപ്പം അത് കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു, ഞാൻ NSL ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ അവിടെ നിന്ന് ആ ലോട്ടറി എടുക്കുകയാണ്. ലോട്ടറി എടുക്കുന്ന സ്വഭാവമൊന്നും ഇല്ല, പക്ഷെ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ പരാഗി വന്നിട്ടുണ്ടായിരുന്നു. പരാഗി വന്ന് എനിക്കൊരു ലൈനിങ് എടുക്കാനായിരുന്നേ. ലൈനിങ് എടുത്തിട്ട് ഞാൻ നേരെ നമ്മുടെ സോയി ചേച്ചിയുടെ അടുത്ത് കൊണ്ട് തയ്ക്കാനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആശ്രാമത്താണ് കേട്ടോ ചേച്ചിയുടെ തയ്യൽ കട, നല്ലതായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വട്ടം ഓണത്തിൻ്റെ ബ്ലൗസൊക്കെ തയ്ക്കാൻ അവിടെ കൊടുക്കാമെന്നും കരുതി ഞാൻ അവിടെ കൊടുത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശ്രീമോൻ എൻ്റെ കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് വയലൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഫോൺ ഞാൻ ശ്രീമോൻ്റെ കൊടുത്തിട്ടാണ് ഞാൻ ഇത് കൊടുക്കാനായിട്ട് പോയത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിലയൻസിലോട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നതാണ്. പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കയറുകയാണെന്നുണ്ടെങ്കിൽ കാശിക്ക് ശ്രീമോനും ഉള്ളത് ഒരുപോലുള്ള ഓണത്തിനിടാനുള്ള ഡ്രസ്സ് കിട്ടും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എല്ലാവരും വന്ന് സാധനങ്ങൾ എടുത്ത് കഴിയുമ്പോൾ ഒരേ സെയിം സാധനം സെയിം ഇവന്മാരുടെ അളവിന് കിട്ടിയെന്ന് വരത്തില്ല ഏട്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു എങ്കിൽ ശരി വാ നമുക്ക് കയറി നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആർക്കേലോട്ട് വരുന്നത്. നേരത്തെ 3rd ഫ്ലോറിലായിരുന്നു ഇവന്മാർക്കുള്ള ഡ്രസ്സെല്ലാം ഉള്ളത്. അതല്ല, ഇപ്പോൾ 2nd ഫ്ലോറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു സെറ്റ് സാരി കൊടുത്ത് നിർത്തിയേക്കുന്നത് എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ സെറ്റ് സാരി എടുക്കണോ വേണ്ടായോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നൊന്നും ഉടുക്കും, പിന്നെ അല്ലെങ്കിൽ എപ്പോഴേലും ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കും എന്നുള്ളതല്ലാതെ പിന്നെ അത് പ്രയോജനമില്ല. അല്ലാത്തൊരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇടാമല്ലോ എന്നും കരുതി ഞാൻ അതുകൊണ്ട് സെറ്റ് സാരി എടുത്തില്ല കേട്ടോ. ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, താമരപ്പൂവൊക്കെ വരുന്നതായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ കാശിക്ക് ശ്രീമോനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി വന്നു. ഓരോ നേരത്തും നോക്കുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ പോയത് എടുക്കാനായിട്ട്. അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് സ്റ്റോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന ഫോട്ടോയും വാങ്ങിച്ച് അവർ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് കാശിക്ക് സ്കൂളിലിടാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടും അല്ലാതെ ഒരെണ്ണവന്മാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മറ്റേത് വരുവാണെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ലച്ചൂരും പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ബാഗി പാൻറ്റ് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് ഇതുവരെ ഒരുപാട് ലൂസായിട്ട്
പോയിട്ടുള്ളത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബനാന ബാഗാണ് ഞാൻ എടുത്തത്. അവളെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, എന്നോട് ഇപ്പോൾ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവനാണെങ്കിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വ്ളോഗ് എടുക്കുന്നില്ലേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിനക്ക് വിഷമമാണോ, നിന്നെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരം തന്നെ വ്ളോഗ് എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നടക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിറങ്ങി 6:30ക്ക് നമ്മൾ ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറുണ്ട്, നമ്മൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നേട്ടം പറഞ്ഞെങ്കിലും നല്ല ബ്ലോക്കും മഴയായതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് ഒരു 6 മണി ആയി നമ്മൾ പ്രണവത്തിൽ എത്തിയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് അവിടെ വന്ന് പോപ്കോണും ജ്യൂസും വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ സിനിമ കാണാനായിട്ട് കയറുവാണ്. ഉന്മാദം എന്നും പറഞ്ഞുള്ള സിനിമയാണ്. കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ കാണാനായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഞാൻ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കൊള്ളാമെന്നൊക്കെ കേട്ടതുകൊണ്ടാണ് നമ്മൾ വന്നത്. ദൃശ്യം 3 കണ്ടതിന് ശേഷം പിന്നെ സിനിമയൊന്നും കാണാൻ വന്നിട്ടില്ലായിരുന്നു. ഏട്ടനും തിരക്കാണ്. അതുമാത്രമല്ല നമുക്ക് പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ട് വരാനും അങ്ങ് മടിക്കും. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന് കിടന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ രാവിലെ എഴുന്നേക്കാനൊന്നും വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ടു. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഒരുപാട് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ചാക്കോവിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, നല്ല സിനിമയാണ്. അപ്പോൾ കഴിവതും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതുകൊണ്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുക. ടാറ്റാ ബൈ ബൈ, സീ യു.